മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ ആറന്മുളയുടെ വീട്ടിൽ SIT പരിശോധന തുടരുകയാണ്. പത്മകുമാറും സംഘവും ആറന്മുളയിലെ വീട്ടിലിരുന്നാണ് ഗൂഢാലോചന നടന്നതെന്നാണ് SIT കണ്ടെത്തിയിരുന്നത്. ഹരിമോഹനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഹരിമോഹൻ, നിർണായക കണ്ടെത്തലുകളാണ് ഇപ്പോൾ SIT പത്മകുമാറിനെതിരെ നടത്തിയിരിക്കുന്നത്. അതിൽ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ, അടിമുടി ഇടപെടൽ നടത്തിയത് പത്മകുമാർ എന്നുള്ളൊരു നിഗമനത്തിലേക്ക് തന്നെ അന്വേഷണ സംഘം എത്തിയിരുന്നു. ഈ ഗൂഢാലോചന നടത്തിയതുൾപ്പെടെ ആറന്മുളയിലെ പത്മകുമാറിന്റെ വീട്ടിൽ എന്നുള്ളൊരു കണ്ടെത്തലിൽ തന്നെയായിരുന്നു അന്വേഷണ സംഘം. രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കാനുള്ള നീക്കത്തിലാണോ? തീർച്ചയായിട്ടും ആര്യ, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിശോധനയായിട്ട് തന്നെ നമുക്ക് കാണേണ്ടി വരും. കാരണം നേരത്തെ SIT കണ്ടെത്തിയിട്ടുള്ളത് പത്മകുമാറിന്റെ വീട്ടിൽ വെച്ചാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗൂഢാലോചന, അതായത് ആദ്യഘട്ടത്തിൽ തന്നെ ഗൂഢാലോചന നടന്നതായിട്ടുള്ള വിവരങ്ങൾ SITയുടെ ഭാഗത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. ആ ഗൂഢാലോചന എന്ന് പറയുന്നത് പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേർന്നുകൊണ്ട് ആറന്മുളയിലെ പത്മകുമാറിന്റെ വീട്ടിൽ വെച്ചാണ് ഇതിന്റെ പ്രാഥമിക, അതായത് ആദ്യഘട്ടത്തിലുള്ള ഗൂഢാലോചന നടത്തിയത് എന്നുള്ളതാണ്. ആ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നേരത്തെ SIT ശേഖരിച്ചിരുന്നു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരുന്നു പത്മകുമാറിന്റെ അറസ്റ്റ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന പരിശോധന വളരെ നിർണായകമാണ്. പത്മകുമാറിന്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും രേഖകൾ കണ്ടെത്തുമോ എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നേരത്തെ ഈ കേസിലെ മറ്റു പ്രതികളായിട്ടുള്ള മുരാരി ബാബുവിന്റെയും സുധീഷ് കുമാറിന്റെയും ഒക്കെ തന്നെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു. അതിൽ സുധീഷ് കുമാറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിന്നാണ് വാസുവിന്റെ കൈപ്പടയിൽ എഴുതിയ ഒരു കത്ത് നേരത്തെ SITയുടെ ഭാഗത്ത് നിന്ന് SIT കണ്ടെത്തിയിരുന്നത്. അതായത് ആ കത്ത് ആണ് പിന്നീട് വാസുവിന് വലിയൊരു കുരുക്കായി മാറുകയും ചെയ്തിരുന്നത്. ഇപ്പോൾ പത്മകുമാറിന്റെ വീട്ടിൽ നടത്തുന്ന പരിശോധനയിൽ എന്തെങ്കിലും ഇതുപോലുള്ള കത്തുകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള രേഖകൾ ഉണ്ടോ എന്നുള്ളതാണ് SIT പ്രധാനമായിട്ടും പരിശോധിക്കുന്നത്. രേഖകൾ എന്ന് പറയുമ്പോൾ ഇതിൽ ആദ്യഘട്ടത്തിൽ ദേവസ്വം ബോർഡ് യോഗം ചേർന്നുകൊണ്ട് ദേവസ്വം ബോർഡ് യോഗത്തിന് മുമ്പായുള്ള അജണ്ട നോട്ടീസിലൊക്കെ തന്നെ പത്മകുമാർ സ്വന്തം കൈപ്പടയിൽ എഴുതുകയൊക്കെ ചെയ്തിരുന്നു. സമാനമായിട്ടുള്ള മറ്റെന്തെങ്കിലും തരത്തിലുള്ള രേഖകൾ ആ വീട്ടിൽ ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ SIT പരിശോധിക്കുന്നത്. മാത്രമല്ല SITയുടെ നേരത്തെ നടന്ന അന്വേഷണത്തിൽ ഈ സ്വത്തുക്കൾ, അതായത് പത്മകുമാറിന്റെ സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ചിട്ടുള്ള പരിശോധനയിലൊക്കെ തന്നെ ചില സംശയങ്ങൾ, ദുരൂഹതകളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട രേഖകൾ കൂടി SIT പരിശോധിക്കുമെന്നുള്ളതാണ് അറിയുന്നത്. അതായത് അനധികൃതമായ ഏതെങ്കിലും നിലയ്ക്ക് സ്വത്ത് സമ്പാദനം നടന്നിട്ടുണ്ടോ, അനധികൃതമായ പണമിടപാടുകൾ നടന്നതിന്റെ എന്തെങ്കിലും രേഖകൾ, ഭൂമിയിടപാടുകൾ നടന്നതിന്റെ എന്തെങ്കിലും രേഖകൾ ആ വീട്ടിലുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും SIT പരിശോധിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും രേഖകൾ കണ്ടെത്താൻ കഴിഞ്ഞാൽ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മുൻപ് മറ്റു പ്രതികളുടെ കാര്യത്തിൽ സമാനമായ രേഖകൾ കണ്ടെത്തിയ സമയത്താണ് അവർ കുടുക്കിലേക്ക് പോയത്. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മുതൽ വാസു വരെയുള്ള പ്രതികളുടെ വീട്ടിൽ സമാനമായ പരിശോധനകൾ SITയുടെ ഭാഗത്ത് നിന്ന് നടത്തിയിരുന്നു. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിന്നാണ് സ്വർണത്തിന്റെ ചില, അതായത് സ്വർണ്ണ നാണയങ്ങൾ അടക്കമുള്ളവ, ഒപ്പം അനധികൃതമായിട്ടുള്ള ചില കണക്കിൽപ്പെടാത്ത ചില കുറച്ച് പണം ഒക്കെ തന്നെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ പത്മകുമാറിന്റെ വീട്ടിൽ നിന്ന് ഇതുപോലുള്ള എന്തെങ്കിലും കണ്ടെത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ SIT പരിശോധിക്കുന്നത്. പ്രത്യേകിച്ച് അതൊരു ഈ സംഭവം കൃത്യം നടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സ്വർണ്ണക്കവർച്ച നടക്കുന്നതിന് മുമ്പുള്ള ഗൂഢാലോചന നടന്ന ഒരു കേന്ദ്രം കൂടിയായി ആ വീട് മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരു പരിശോധന നടത്തേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഇന്നലെ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് തൊട്ടടുത്ത ദിവസം തന്നെ അങ്ങനെ ഒരു പരിശോധന നടത്താൻ വേണ്ടി SIT തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു പരിശോധനയിലേക്ക് SIT കടന്നിരിക്കുന്നത്. കാരണം ഇനിയും വൈകിയാൽ ഒരുപക്ഷെ അവിടെയുള്ള എന്തെങ്കിലും രേഖകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് SITയുടെ ഒരു നിരീക്ഷണം. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ SITയുടെ CAയുടെ നേതൃത്വത്തിലുള്ള SIT സംഘത്തിലെ CAയുടെ നേതൃത്വത്തിലുള്ള സംഘം ആറന്മുളയിൽ എത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു പരിശോധന നടത്തി വരുന്നത്. ആ പരിശോധനയ്ക്കൊടുവിൽ എന്ത് ലഭിക്കും എന്നുള്ളത് വളരെ നിർണായകമാണ് ഈ കേസിനെ സംബന്ധിച്ച്. അതുകൂടി പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും തിങ്കളാഴ്ച പത്മകുമാറിന് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ നൽകുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ പരിശോധനയ്ക്കകത്ത് എന്തൊക്കെ കിട്ടുമെന്നുള്ളത് വൈകുന്നേരത്തോടുകൂടി നമുക്ക് ഏറെക്കുറെ ഒരു വിവരം ലഭിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. കാരണം ഈ കഴിഞ്ഞ കുറെ നാളുകളായി ദേവസ്വം ബോർഡും ഒക്കെയായി തന്നെ വളരെ വലിയ രീതിയിൽ സ്വാധീനം, ദേവസ്വം ബോർഡിൽ വലിയൊരു സ്വാധീനം ഉണ്ടായിരുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് പത്മകുമാറിന് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും അല്ലെങ്കിൽ എല്ലാ ഇടപാടുകളും നടത്തുന്നതിൽ വലിയ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അതിന് അധികാരം ഉണ്ടായിരുന്ന, അവകാശം ഉണ്ടായിരുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും നിലയ്ക്ക് ഏതെങ്കിലും രേഖകൾ പൂഴ്ത്തി വെച്ചിട്ടുണ്ടോ, ആ രേഖകൾ ദേവസ്വം ആസ്ഥാനത്ത് നിന്ന് കണ്ടെടുക്കാത്ത തരത്തിലുള്ള ഏതെങ്കിലും രേഖകൾ ആ വീട്ടിലുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ SIT പരിശോധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ചോദ്യം ചെയ്യലുകളിൽ, അതായത് പത്മകുമാറിന്റെ പ്രൈവറ്റ് സെക്രട്ടറി അടക്കം ചോദ്യം ചെയ്തതിൽ നിന്ന് മനസ്സിലാക്കിയ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പരിശോധന എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
പറയുന്നത്. കാരണം അന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലൊക്കെ തന്നെ ചില രേഖകളെക്കുറിച്ചും മറ്റു ചില വിവരങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ ഈ ശ്രീകുമാർ മൊഴി നൽകിയിരുന്നു. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. ആ പരിശോധന ഏറെ നേരം നീണ്ടു നിൽക്കാനുള്ള സാധ്യത കൂടി നമുക്ക് കണക്കിലെടുക്കാൻ സാധിക്കും. രണ്ട് സംഘങ്ങളായി എത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്തുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത്. എന്തായാലും ഈ വീട്ടിൽ ഇപ്പോഴും പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആ പരിശോധനയിൽ ഇനിയിപ്പോൾ കണ്ടെത്തുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പത്മകുമാറിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ തന്നെയാണ് SITയുടെ തീരുമാനം എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പത്മകുമാറിനെ സംബന്ധിച്ച് ഈ കേസിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ SITയുടെ പക്കൽ ലഭിച്ചിട്ടുണ്ട്. പത്മകുമാറിന്റെ ഇതിനകത്തുള്ള പങ്കിനെ കുറിച്ചുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ആ പങ്ക് എന്ന് പറയുന്നത് ഈ കേസിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. അത് കാരണം ഇത്രയും ദിവസം ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പങ്കിനെ കുറിച്ചാണ് ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഒക്കെ തന്നെ ഉണ്ടായിരുന്നത്. അതായത് ഉദ്യോഗസ്ഥർ ഗൂഢാലോചന നടത്തുകയും ഉദ്യോഗസ്ഥർ തന്നെ രേഖകളിൽ തിരുത്തൽ വരുത്തുകയും മിനിറ്റ്സിലടക്കം തിരുത്തൽ വരുത്തുകയും ചെയ്തു എന്നുള്ളതായിരുന്നു പ്രാഥമികമായി കണ്ടെത്തിയിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇപ്പോൾ ഉള്ള അന്വേഷണത്തിലേക്ക്, അതായത് ദേവസ്വം ബോർഡിലേക്ക്, ദേവസ്വം ഭരണസമിതിയിലേക്ക് അന്വേഷണം പോയപ്പോഴാണ് ഇതിന്റെ ഗൂഢാലോചനയുടെ തുടക്കം എവിടെ നിന്നാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായ ധാരണ SITക്ക് വന്നത്. ആ ഗൂഢാലോചനയുടെ തുടക്കം എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥരല്ല, മറിച്ച് അത് പത്മകുമാറാണ്. ദേവസ്വം ബോർഡ് ഭരണസമിതിക്ക് 2019 നേതൃത്വം നൽകിയ പ്രസിഡന്റ് പത്മകുമാറാണ് എന്നുള്ളത് SITക്ക് ബോധ്യപ്പെട്ടു. അതിന്റെ തെളിവുകൾ അടക്കം ശേഖരിച്ചുകൊണ്ട് തന്നെയാണ് SIT കഴിഞ്ഞ ദിവസങ്ങളിൽ ബാക്കി അന്നത്തെ ദേവസ്വം ഉദ്യോഗസ്ഥരുടെയും ദേവസ്വം ജീവനക്കാരുടെയും മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും ഒക്കെ തന്നെ മൊഴി രേഖപ്പെടുത്തിയത്.